കട്ടിച്ചെടുക്കട്ടെ. ഹലോ ചേച്ചി, നിങ്ങളിതുവരെ പോയില്ലേ? ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് വരും, വെയിറ്റ് ചെയ്യാ. ഇതിലൊക്കെ എന്തിനാ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കണേ? ഒരു ഓട്ടോ വിളിച്ച് പോയാ പോരെ? വാ, ഞാൻ ഓട്ടോ വിളിച്ചുതരാം. വാ മോളെ, വാ 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 ചേച്ചി, വാ. ഓട്ടോറിക്ഷ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ഹോസ്പിറ്റലിൽ. എന്തായാലും ഇവിടെ വരും. ഇപ്പോൾ ഡേ വന്നെ ഓട്ടോറിക്ഷ. ആ ചേട്ടാ 50 ആളോ? ആ ഓ ആഗ്രഹം. മോളെ അങ്ങോട്ട് കേൾക്കട്ടെ. അതൊക്കെ എന്ത് ചേച്ചി? ടാറ്റാ ടാറ്റ മോള്. പൈസയൊക്കെ തീർന്നു. ഇതെന്താ ഇതെവിടുന്ന? എന്റെ ലൈൻ്റെ അടുത്ത് പൊക്കിയത് എങ്ങനെ പൊളിച്ചില്ലേ? ഒറ്റ പുളി പൊളിച്ചിട്ടുണ്ടെങ്കിലേ എന്ത് മോശം നീ കാണിക്കണത്. മോശോ? നീ പൈസ വല്ലതും എടുത്താ? ഇല്ല. ഒന്നും തന്നാണ്ടല്ലോ, ഒരു മാനേജ് ഇല്ലാത്ത മോഷണം. ബില്ലടയ്ക്കാൻ ഞാൻ പൈസ കൊടുത്തേച്ചാ. എത്ര ഏട്ടാ? 100 രൂപ. പിടിക്ക്. ചേച്ചി ഒന്ന് പെട്ടെന്ന് വേറൊരു ഓട്ടോ ഉള്ളതാണേ. ഒരു മിനിറ്റ്. ചേട്ടാ പേഴ്സ് കാണുന്നില്ല. ചേച്ചിയെ ബാഗിൽ മാത്രം നോക്കണ്ട, സീറ്റിന്റെ അടിയിലേക്ക് ഒന്ന് നോക്കി നോക്ക്. ഇവിടെ ഒന്നും. ഹലോ ചേച്ചി, ഞാൻ ഡിസൂസയാണ്. ഡിസൂസ. ആരാ? ചേച്ചി ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടില്ലേ ഓട്ടോറിക്ഷ കയറ്റി വിട്ട ഡിസൂസ? ചേച്ചി ഓട്ടോയിൽ കയറുന്ന സമയത്ത് ചേച്ചിയുടെ പേഴ്സ് താഴെ വീണ് പോയായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആണോ? ആ, അതെങ്ങനെ തരാം ഇപ്പം? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി ചേച്ചി, ഞാൻ അവിടെ ചേച്ചി. ഓക്കെ, സീ യു സൂൺ. ചേട്ടാ ഹോസ്പിറ്റലിൽ പേഴ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് വാ. വാ മോളെ. എന്താ? ചില്ലറ ഇല്ലാത്തോണ്ട്. എത്ര? 100 രൂപ. 100. സാറേ 50 ഉള്ളൂ. മോള് പോയി കിടന്നു. എന്താ കൂട്ടാൻ വരാതിരുന്ന? ഞാൻ മറന്നുപോയി. ആ ATM കാർഡും ബാലൻസും ഒക്കെ അവിടെ വെച്ചേര്. അത് നാളൊരു റിസൾട്ട് വാങ്ങാണ്ട്, പിന്നെ ടോണിക്കും വാങ്ങണം. ടോണിക്ക് ഫോണാണ്. ഹലോ ചേച്ചി, എത്തിയോ? അതെ, എനിക്കിന്നിപ്പോൾ വരാൻ പറ്റില്ല. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ കൂടെ തന്നോ? അയ്യോ വേണ്ട, ഞാൻ നാളെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേ വരുന്നുണ്ട്, ലാബിലേക്ക്. ഓക്കെ ചേച്ചി, എൻ്റെ സുരക്ഷമായിട്ടുണ്ടാവും ചേച്ചി. നാളെ കാണാം. കാച്ച് സൂൺ. ശരി. ഞാനിപ്പോ എന്തിനെ പിടിക്കുന്ന? കാലം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കേ. പറഞ്ഞല്ലോ പിടിക്കണ്ടോ? അല്ല, പേഴ്സ് വേണ്ടേ? വേണ്ടേ, കൊടുക്കണ്ട. നീ നടന്നേ. കുറച്ച് കുടിച്ചാ മതി. പെട്ടെന്ന് കുടിച്ചിട്ട് ഉറങ്ങിക്കോ. നാളെ സ്കൂളിൽ പോണ്ടതാ. എന്ത്? 2 ദിവസം സ്കൂളിൽ പോകണ്ട, ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി. ആണോ? കുറച്ചുകൂടി. അതെ. കഴിഞ്ഞെങ്കിലൊന്ന് വരുമോ? എനിക്കൊന്ന് കിടക്കണം. മോക്ക് തീരെ സുഖമില്ല. ഇവളെങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുക? ഒരു 10 മിനിറ്റൊക്കെ അവൾ ഒറ്റയ്ക്ക് കിടന്നോളും. അമ്മ പോയിട്ട് വരാം, ഉറങ്ങിക്കോ.
ആ സജീവേ, ആ ഞാൻ വിളിക്കാം. ഒരു 30 സെൻറ്റ് പ്ലോട്ട്. ആ അല്ല, അതിൻ്റെ പുറകിലത്തെ പ്ലോട്ടും കുഴപ്പമില്ലാത്ത. ശരി, ഞാൻ അങ്ങോട്ട് ഇറക്കാം. കയറിയോ? വേണ്ട, ഞാൻ ഓട്ടോയ്ക്ക്. വെറുതെ എന്തിനാ ഓട്ടോക്കാശ് കളയുന്നേ? കയറി. കസ്റ്റമർ കെയർ എന്നാ. അതിന് ആ, ഒന്നി അത് എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തു. കട്ട് ചെയ്യണം. കുറച്ചുകൂടി നോക്കാം. ഇവരെന്താ പോലീസ് ജീപ്പില്? ഇത് കൊണ്ടോണ്ടല്ലേ? വേറെ ആരെങ്കിലും വരുമോ കൊണ്ടുതരാൻ? ആ, എന്താണ് ചേച്ചി പോലീസ് ജീപ്പിലൊക്കെ? ആ, എന്റെ ഭർത്താവ് പോലീസിലാ. പോലീസിലാ? ആ, ഇയാളെന്ന് ഓടിച്ചില്ലേ? അതെന്റെ ഭർത്താവാ. നന്നായി. എന്റെ പൊന്നേച്ചി അതിനൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ മോഷ്ടികളൊന്നല്ല. അല്ല, അതുകൊണ്ടല്ല. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സ് എനിക്ക് തിരിച്ചു കിട്ടുന്ന തന്നെ ഞാൻ വിചാരിച്ചല്ല. അങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. മിസ്റ്റർ സുനി, ആ? റിസൾട്ട് ആയിട്ടുണ്ട്. ജയിച്ചോ? ആരാ സുനി? അയ്യോ, അതെന്റെ അച്ഛനമ്മ ഇട്ട പേരാ ചേച്ചി, വീട്ടിലിട്ട പേരാ. അപ്പൊ ഡിസൂസയോ? അതൊരു ചിന്നിട്ട പേര്, എന്റെ സാറാ. എന്താ ടെസ്റ്റ് ഒക്കെ ചെയ്തേ? അയ്യോ, എത്ര നേരം ചിന്നുള്ളി വെറുതെ ഇരിക്കണ? കുറെ നേരല്ലേ വെയിറ്റ് ചെയ്യണ. അപ്പൊ അവര് വെച്ച് ഒരു കുപ്പി ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന്. ശരി ചേച്ചി. ചേച്ചി, എക്സ്ക്യൂസ് മീ. അയ്യോ, എനിക്ക് വേണ്ട. അയ്യേ, ചേച്ചിക്കല്ല, മോൾ കൊടുത്താൽ മതി. മോൾ കൊടുത്താൽ മതി. ഡിസൂസ് അങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും നിങ്ങൾ കള്ളം തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. എന്താ പറയാ, ചെറിയൊരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ പോലെ, അത്രേ ഉള്ളൂ. പുറത്ത് പറയണ്ടേ? അതെ, എന്റെ പേര് ചേച്ചി എന്നല്ല, ആശാന്നാ. ആ, സ്റ്റെപ്പുണ്ട് ആശോട്ടെ, സ്റ്റെപ്പുണ്ട്.